ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് ഒരു ബട്ടർ സോപ്പ് നോക്കാം. ഗോട്ട് മിൽക്ക് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ബേസിലേക്ക് ഞാൻ 1000 ഗ്രാമിൻ്റെ അതായത് 1 kg ഗോട്ട് മിൽക്ക് ബേസ് എടുത്ത് ആണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രാം സഹിതം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, എത്ര പെർസെൻറ്റേജ്, എത്ര ഗ്രാമാണ് വെച്ചാണ്, അല്ല ഏത് ടെമ്പറേച്ചറിലാണ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഗോട്ട് മിൽക്ക് ബേസ് എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് പാത്രം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് ആ സമയത്ത് നമ്മൾ വെള്ളം ചൂടാക്കാൻ തിളപ്പിക്കാൻ വെക്കും. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ എല്ലാ ബേസും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് ഒരുമിച്ച് ഒരു പാത്രത്തിലോട്ടിട്ട് മെൽറ്റ് ചെയ്യാറില്ല. അന്നേരം നമുക്ക് ഒത്തിരി സമയമെടുക്കും. ഞാനിത് കട്ട് ചെയ്തത് കുറച്ചെടുത്ത് ഞാൻ ആദ്യം മെൽറ്റ് ചെയ്യാൻ വെക്കും. അത് മെൽറ്റായി വരുന്നതനുസരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒന്ന് മെൽറ്റായി അതൊരു ലിക്വിഡ് ഫോം ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്തത് കുറേശ്ശെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അത് മെൽറ്റായി വരുന്ന സമയത്തിന് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെക്കുക. അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കട്ടയായിട്ട് ഇരിക്കും. പിന്നെ അത് ഭയങ്കര താമസമാണ് മെൽറ്റായി വരാൻ വേണ്ടി. നല്ല ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പെട്ടെന്ന് കട്ട് ചെയ്യാവും. നമ്മൾ നല്ല ബേസാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒഴിച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പാർഷ്യലി അത് ബ്ലോക്കായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള കട്ട് ചെയ്തതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിത് മെഷർ ചെയ്തെടുക്കും. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ 30 ഗ്രാം അവക്കാഡോ ബട്ടർ ഇടാം. ഞാനത് 20 ഗ്രാം ഇട്ടിട്ടുള്ളൂ. 20 ഗ്രാം അവക്കാഡോ ബട്ടറും 20 ഗ്രാം ഷിയ ബട്ടറുമാണ് ആഡ് ചെയ്തേക്കുന്നത്. 1 കിലോയ്ക്കാണ് ഞാൻ ആഡ് ചെയ്തത്. 1 കിലോയ്ക്ക് മാക്സിമം നമ്മൾ ഈ അഡിറ്റീവ്സ് കൂടിപ്പോയാലും സോപ്പിൻ്റെ ഹാർഡ്നെസ്സിനെ അത് ബാധിക്കും. പിന്നെ നമ്മൾ ബട്ടറൊക്കെ ഒത്തിരി ചേർത്താലും അത് ഒരു എണ്ണമയം പോലെ ഇരിക്കും നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ എണ്ണമയം പോലെ ഇരിക്കും. അപ്പോൾ കറക്റ്റ് അളവിലേ ചേർക്കാവുള്ളൂ. ഞാൻ ബീസ് വാക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 5 തൊട്ട് 10 ഗ്രാം വരെ ആഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് 5 ഗ്രാം ആഡ് ചെയ്തിട്ടുള്ളൂ. ബീസ് വാക്സ് നമുക്ക് സോപ്പിനൊരു കട്ടി, നല്ല തിക്നെസ് വരും. ബട്ടർ ഇടുമ്പോൾ നമുക്കതൊന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കട്ടി വരണമെന്നുണ്ടെങ്കിൽ ബീസ് വാക്സ് ആഡ് ചെയ്താൽ മതി. അതിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തത് നന്നായിട്ട് ഒരു ഗോട്ട് മിൽക്കിൻ്റെ ബേസ് എല്ലാം ഒരുമാതിരി ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ ബട്ടർ ഇട്ട് അതും നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എടുക്കുന്നത് ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് ആണ്. ഞാൻ ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് അത് ഈക്വൽ 1:1 എന്നുള്ള രീതിയിൽ വെജിറ്റബിൾ ഗ്ലിസറിനിൽ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഓട്സ് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ്ങും തരാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറാനും നല്ലതാണ്. ഓട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഒരു സൂത്തിങ് എഫക്റ്റ്, കാമിങ്, ഇപ്പം ഈ ഇറിറ്റേഷനൊക്കെ ഉള്ള സ്കിന്നിന് നല്ല ഒരു കാമിങ് എഫക്റ്റ് തരുന്നതാണ് ഓട്സ് എക്സ്ട്രാക്റ്റ്. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ നല്ലൊരു ഹ്യൂമിക്റ്റൻ്റ് ആണ്. അത് നമ്മളുടെ സ്കിന്നിലെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ബേസിൽ ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്ത ബേസ് മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. ബാക്കി നമ്മൾ വൈറ്റമിൻ ഇ ഓയിലും എസൻഷ്യൽ ഓയിലും പാന്തനോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പാന്തനോൾ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ B5 ആണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും എലാസ്റ്റിസിറ്റിക്കും ഒരു നല്ലതാണ്. ഡ്രൈ ക്ലൈമറ്റുള്ള സ്ഥലത്തൊക്കെ ഏറ്റവും നല്ലതാണത് ആഡ് ചെയ്യുന്നത്. അതായത് ഞാൻ ദുബായിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടുത്തെ ക്ലൈമറ്റിന് പാന്തനോൾ നല്ലതാണ്. പക്ഷേ പാന്തനോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം 60 ഡിഗ്രി ബിലോ ആയിരിക്കണം നമ്മുടെ ബേസിൻ്റെ ടെമ്പറേച്ചർ, മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസിൻ്റെ ടെമ്പറേച്ചർ.
40 ബിലോ ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. പക്ഷേ 40 ബിലോയിൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബേസ് ഒരുമാതിരി കട്ടിയായി തുടങ്ങും. പിന്നെ നമുക്ക് ഒഴിക്കാൻ നല്ല പാട് വരും. പിന്നെ പാന്തനോൾ ചേർക്കുന്നുണ്ടെങ്കിൽ പാന്തനോൾ ചേർത്ത് ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതും പെട്ടെന്ന് ഹാർഡാവുന്ന ഒരു സാധനമാണ്. നമ്മൾ പാന്തനോളും ചേർത്തു. പാന്തനോൾ ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് പാന്തനോൾ ചേർത്ത് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ എസൻഷ്യൽ ഓയിൽ, വൈറ്റമിൻ ഇ ഓയിൽ അതെല്ലാം ആഡ് ചെയ്യുക. എസൻഷ്യൽ ഓയിലാണെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും കൂടിപ്പോയാൽ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പം ഞാനിവിടെ എസൻഷ്യൽ ഓയിൽ നമുക്ക് അധികം ചേർക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഫ്രാഗ്രൻസ് ഓയിലും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ അധികം ചേർക്കരുത്. ഞാൻ യൂഷ്വലി അങ്ങനെയാണ്. പിന്നെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യാറില്ല. ചിലവർക്ക് എസൻഷ്യൽ ഓയിൽ മാത്രം ഇട്ടാൽ നല്ല മണം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ഫ്രാഗ്രൻസ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഇടുന്നത്. ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും എസൻഷ്യൽ ഓയിലാണെങ്കിലും ആക്ച്വലി ഒരു 0.5 എസൻഷ്യൽ ഓയിൽ 0.2% താഴെ ഇരിക്കുന്നതാണ് നല്ലത്. 0.2% ആണ് നല്ലത്. മാക്സിമം 1%. അതിൽ കൂടുതൽ ഈ എസൻഷ്യൽ ഓയിലാണെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും ഒഴിക്കാൻ പാടില്ല. അത് കൂളായതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മണം പോകാൻ നിൽക്കും. നമ്മൾ ചൂടോടെ ഒഴിക്കുമ്പോഴാണ് എന്തേലും ഒഴിച്ചാലും, ഇപ്പം ചിലവരൊക്കെ ഏറെ ഒഴിക്കുന്ന കാണാം. അത് പക്ഷേ കൂളായിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ ഒഴിച്ചാൽ ഇതിൻ്റെ മണം അതുപോലെ തന്നെ നിൽക്കും. പിന്നെ ലാസ്റ്റ് pH ടെസ്റ്റ് ചെയ്യുക. ഇതെനിക്ക് 6